بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാം വിവേചനം കാണിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ആരെയും തരം താഴ്ത്തുവാനോ നിന്ദിക്കുവാനോ വില കുറച്ച് കാണുവാനോ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മിൽ പലരും നമ്മെപ്പോലെ സാമ്പത്തികമായി ഭദ്രതയില്ലാത്തവരോട്, നമ്മെപ്പോലെ ഉദ്യോഗമില്ലാത്തവരോട്, നമ്മെപ്പോലെ കഴിവും ശക്തിയുമില്ലാത്തവരോട്, ദരിദ്രരോട്, അഗതികളോട് വിവേചനാപരമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് കാഴ്ചവെക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാം ആരെയും വില കുറച്ച് കാണാൻ പഠിപ്പിച്ചിട്ടില്ല. സാധുക്കളെ, അഗതികളെ സ്നേഹിക്കുവാനും അവരെയും നമ്മെപ്പോലുള്ള ഒരു സഹോദരനാണ്, നമ്മുടെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുമാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇത്ലഅതു ഫിൽ ജന്ന ഫറഅയ്തു അക്സറ അഹ്ലിഹാ അൽ ഫുഖറാ. സ്വർഗ്ഗത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു. ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ, അഥവാ മിഅ്റാജിന്റെ രാത്രിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ സമീപത്ത് ചെല്ലുകയുണ്ടായി, നരകത്തിന്റെ സമീപത്തും ചെല്ലുകയുണ്ടായി. ആ നരകത്തിലെ നരകവാസികളെയും മഹാനായ പ്രവാചകൻ കണ്ടു, സ്വർഗത്തിലെ സ്വർഗവാസികളെയും മഹാനായ പ്രവാചകർ കണ്ടു. പ്രവാചകർ പറയുകയാണ്, സ്വർഗത്തിൽ ഞാൻ സ്വർഗത്തിന്റെ സമീപം ചെന്നപ്പോൾ എനിക്ക് ആ സ്വർഗവാസികളിൽ അധിക പേരെയും എനിക്ക് കാണാൻ കഴിഞ്ഞത് അൽ ഫുഖറാ, നിർധനരായ ജനവിഭാഗത്തെയാണ്. കഴിവില്ലാത്ത ദരിദ്രരായ വിഭാഗമാണ് സ്വർഗത്തിൽ അധിക പേരും എനിക്ക് കാണാൻ കഴിഞ്ഞത്. വത്തലഅതു ഫിന്നാരി, നരകത്തിന്റെ സമീപത്ത് ഞാൻ ചെന്നു. ഫറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ, അവിടെ എനിക്ക് അധികമായി കാണാൻ കഴിഞ്ഞത് സ്ത്രീകളെയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു മഹാനായ ബുഖാരി, അതുപോലെ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. വത്തലഅതു ഫിന്നാരി ഫറഅയ്തു അക്സറഹാ, മറ്റൊരു റിപ്പോർട്ടിൽ വത്തലഅതു, അഥവാ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വത്തലഅതു ഫിന്നാരി ഫറഅയ്തു അക്സറ അഹ്ലിഹാ അൽ അഗ്നിയാ വന്നിസാ. നരകത്തിന്റെ സമീപത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അധിക പേരും സമ്പന്ന വിഭാഗവും സ്ത്രീകളുമാണ്. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിൽ സ്ത്രീകളെ മാത്രമാണ് നരകത്തിൽ അധിക പേരെയും കണ്ടതായിട്ട് റിപ്പോർട്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തതിൽ നരകവാസികളിൽ അധിക പേരും സമ്പന്ന വിഭാഗവും സ്ത്രീ വിഭാഗവുമാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ചുരുക്കി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മുഖ്തസറായിട്ട് ദീർഘമായ ഹദീസല്ല, ഷോർട്ടായിട്ടുള്ള ചുരുങ്ങിയ ഹദീസിലൂടെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ഫുഖറാ അൽ മുഹാജിരീന യസ്ബിഖൂന അൽ അഗ്നിയ യൗമൽ ഖിയാമത്തി ബി 40 ഖലീഫ. തീർച്ചയായും മുഹാജിറുകളിലെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത സഹാബാക്കളാണ് മുഹാജിറുകൾ. നമുക്കറിയാം
അവരെ സഹായിച്ച മദീന നിവാസികളാണ് അൻസാറുകൾ എന്ന് നമുക്കറിയാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നാടും വീടും കൂടും കുടുംബക്കാരെയും സമ്പത്തും എല്ലാം തൃണവൽഗണിച്ചു ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ശത്രുപക്ഷത്തിന്റെ പീഡനങ്ങളും താടനങ്ങളും അനുഭവിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട സഹാബാക്കൾ മദീനയിലേക്ക് പലായനം ചെയ്തതിൽ ആ പലായനം ചെയ്ത സഹാബാക്കളിൽ ഫുഖറാവുകൾ, നിർധന വിഭാഗം, ദരിദ്ര വിഭാഗം, യസ്ബിഖൂനൽ അഗ്നിയാ, സമ്പന്ന വിഭാഗത്തെ മുൻകടക്കും. യൗമൽ ഖിയാമത്ത് നാളിൽ സമ്പന്ന വിഭാഗത്തെ മുൻകടക്കും. 40 ഖരീഫൻ, 40 ഖരീഫ് കൊണ്ട് മുൻകടക്കും. 40 ഖരീഫിന് മുമ്പേ, സമ്പന്ന വിഭാഗത്തെക്കാളും 40 ഖരീഫിന് മുമ്പേ ഈ നിർധന വിഭാഗം, മുഹാജിറുകളായ നിർധന വിഭാഗം മുൻകടക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖരീഫ് ശരൽക്കാലം എന്നൊക്കെ പറയുമെങ്കിലും മറ്റു റിപ്പോർട്ടുകളിൽ, വേറെ ഹദീസുകളിൽ കാണാം 40 ആമൻ. രണ്ടും വ്യത്യാസമില്ല. 40 വർഷത്തിന് മുമ്പേ സമ്പന്ന വിഭാഗം സ്വർഗത്തിൽ കടക്കുന്നതിന്, പ്രവേശിക്കുന്നതിന് 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മുഹാജിറുകളായ നിർധന വിഭാഗം, ദരിദ്ര വിഭാഗം സ്വർഗത്തിൽ കടക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധുക്കളാണ്, നമ്മൾ ഇന്ന് അവജ്ഞയോടുകൂടെ കണക്കാക്കും. പട്ടിണി പാവങ്ങളാണ്, ഗതിയില്ലാത്തവനാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണ്, ഭാര്യയും സന്താനങ്ങളെയും പോറ്റാൻ കഴിവില്ലാത്തവനാണ്, മക്കളെ പഠിപ്പിക്കാൻ കഴിവില്ലാത്തവനാണ്, രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് യാചിക്കുന്നവനാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്നവരെ സ്റ്റാറ്റസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം സ്റ്റാറ്റസ് ഉള്ളവരാണ്, അഭിമാനമുള്ളവരാണ് എന്ന് അഭിമാനത്തോടുകൂടെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് സാധുക്കളെ അവഗണിക്കുന്ന, അവജ്ഞയോടുകൂടെ കണക്കാക്കുന്ന, വീക്ഷിക്കുന്ന വിഭാഗത്തിൻ്റെ അവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന അൽ ജന്ന, മുസ്ലിമീങ്ങളിലെ സാധുക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖബലൽ അഗ്നിയായി ബിനിസ്ഫി യൗമിൻ, സമ്പന്നർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് 1/2 ദിവസം മുമ്പ്. ഈ റിപ്പോർട്ടിൽ, ഈ ഹദീസ് തിർമിദിയും ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി തന്റെ സഹീഹിലുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ദരിദ്ര മുസ്ലിമീങ്ങളിലെ സാധുക്കൾ, നിർധന വിഭാഗം, സമ്പന്ന വിഭാഗം സ്വർഗത്തിൽ കടക്കുന്നതിന് 1/2 ദിവസം മുമ്പ് കടക്കും. എന്താണ് ഈ 1/2 ദിവസം? മിഖ്ദാറുഹു അൽഫസന, 50 സന, അൽഫസന എന്നൊക്കെ പ്രസിദ്ധമായ ഖുർആനിൽ കാണാം. 1000 വർഷം, അൽഫസന. അപ്പൊ ഇവിടെ 1/2 ദിവസം എന്ന് പറഞ്ഞാൽ വഹുവ 500 ആമിൻ, അത് 500 വർഷമാണ്. 500 വർഷമാണ് ഈ 1/2 ദിവസം. ഒരു ദിവസം അൽഫസന, 1000 വർഷം. സന, ആം എന്നൊക്കെ പറഞ്ഞാൽ വർഷമാണല്ലോ. അപ്പോൾ 500 വർഷം, അതാണ് 1/2 ദിവസം. 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ നിർധന വിഭാഗം സമ്പന്ന വിഭാഗത്തെക്കാളും 500 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. മനസ്സിലാക്കണം, ഇങ്ങനെ സാധുക്കളുടെ മഹത്വം, നിർധന വിഭാഗത്തിൻ്റെ മഹത്വം, അവിടെ സ്ഥാനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനവറുകൾ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവേ എന്നെ നീ മിസ്കീനായിട്ട് ജീവിപ്പിക്കണം, മിസ്കീനായിട്ട് എന്നെ നീ ജീവിപ്പിക്കണേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല പറയുകയാണ്. വാമിതിനി മിസ്കീന, എന്നെ മിസ്കീനായിട്ട് മരിപ്പിക്കണേ, എന്നെ മിസ്കീനായിട്ട്, സാധുവായിട്ട്, അഗതിയായിട്ട്, ഗതിയില്ലാത്തവനായ, അതാ ഗതിയില്ല എന്ന് പറഞ്ഞാൽ മിസ്കീനായിട്ട്, ഫക്കീറിനേക്കാളും അല്പം ഗ്രേഡ് മുകളിലാണ് മിസ്കീന്. മിസ്കീനായിട്ട് ജീവിപ്പിക്കണം, മിസ്കീനായിട്ട് മരിപ്പിക്കണേ എന്ന്. വഹശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ, സാധുക്കളുടെ കൂട്ടത്തിൽ എന്നെ മഹശറിൽ ഒരുമിച്ച് കൂട്ടണം
ഖിയാമത്ത് നാളിൽ നിന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. തീർന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. സഅലത്ത് ആയിഷത്തു, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഇത് പറഞ്ഞപ്പോഴും എന്നെ മിസ്കീനായി ജീവിപ്പിക്കണം, എന്നെ മിസ്കീനായി മരിപ്പിക്കണം, എന്നെ മിസ്കീന്മാരോടൊപ്പം നാളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകരെ എന്തിനാണത്? എന്തിന്റെ പേരിലാണ് അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടാൻ മഹാനായ വിശ്വാസങ്ങൾ പറഞ്ഞത്? ആയിഷ ബീവി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഇന്നഹും യദ്ഖുലൂനൽ ജന്നത ഖബ്ല അഗ്നിയായിഹിം ബി 40 ഖരീഫ. കാരണം ഈ നിർധന വിഭാഗം സമ്പന്ന വിഭാഗത്തെക്കാൾ 40 ഖരീഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 വർഷം മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കും. ഒരു വർഷം നമുക്കറിയാമല്ലോ, 40 വർഷം എന്ന് നമ്മൾ കണക്കാക്കുന്ന വർഷം എന്ന് വെക്കാം. അതല്ല, നേരത്തെ സൂചിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു വർഷം 1000 വർഷമാണ്, ഒരു ദിവസം 1000 വർഷമാണ്. അപ്പോൾ 40 ഖരീഫിനേക്കാളും മുമ്പേ ഈ ദരിദ്ര വിഭാഗം സമ്പന്ന വിഭാഗത്തെക്കാളും സ്വർഗത്തിൽ കടക്കും. യാ ആയിഷ, അതുകൊണ്ട് ആയിഷ ലാ തറുദ്ദി മിസ്കീന, മിസ്കീന്മാര് സാധുക്കൾ ഗതിയില്ലാത്തവർ വന്നാൽ അവരെ ആട്ടി ഓടിക്കരുത്, അവരെ മടക്കി അയക്കരുത്. ഒരു കാരക്കയുടെ കീറ് കൊണ്ടെങ്കിലും അവർക്ക് ധർമ്മം ചെയ്തിട്ട് ദാനം ചെയ്തിട്ട് മാത്രമേ അവരെ മടക്കി അയക്കാവുള്ളൂ. അവരെ അല്ലാതെ അവരെ മടക്കി അയക്കാൻ പാടില്ല. യാ ആയിഷ ഹുബ്ബിൽ മിസ്കീന ഹുബ്ബി, നീ സ്നേഹിക്കണം. അൽ മിസ്കീന, സാധുക്കളെ നീ സ്നേഹിക്കണം. വഖർരിബീഹിം, അവരെ നീ അടുപ്പിക്കണം, അവരെ അകറ്റരുത്. അവരെ അകറ്റുകയല്ല വേണ്ടത്, അവരെ അടുപ്പിക്കണം. ഫഇന്നല്ലാഹ യുഖർരിബുക്കി യൗമൽ ഖിയാമ, കാരണം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിന്നെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവർ മിസ്കീനായിട്ട് ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കിന്മാരോടുകൂടി ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, എന്തിനാണത്, എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ അവരാണ് സമ്പന്ന വിഭാഗത്തെക്കാളും ഇത്ര 40 ഖരീഫിന് മുമ്പേ സ്വർഗത്തിൽ കടക്കുന്നത്. അതുകൊണ്ട് സാധുക്കൾ വന്ന് കൈനീട്ടിയാൽ യാചിച്ചാൽ ഒന്നും കൊടുക്കാതെ അവരെ മടക്കി അയക്കരുത്. ഒരു കാരക്കിട കീറ് കൊടുത്തിട്ടാണെങ്കിലും അതിനുശേഷമേ മടക്കി അയക്കാം. ആയിഷ, അവരെ നീ സ്നേഹിക്കണം, അവരെ നിന്നിലേക്ക് അടുപ്പിക്കണം, അവരെ അകറ്റിക്കളയരുത്. കാരണം അവരെ നിന്നിലേക്ക് അടുപ്പിച്ചാൽ ഖിയാമത്ത് നാൾ അള്ളാഹു നിന്നെ അവനിലേക്ക് അടുപ്പിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തുറമുദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. എത്രയോ ഹദീസുകളാണ് സാധുക്കളെ, അഗതികളെ അവരെ അകറ്റരുത്, അട്ടിയോടിക്കരുത്, അവരെ അവജ്ഞയോടുകൂടെ അവരോട് പെരുമാറരുത്. ഇങ്ങനെ എത്രയോ ഹദീസുകൾ കാണാൻ കഴിയും. ആയിദ് അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആയിദ് അംർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല മുസ്ലിം ആയിട്ടില്ല, മുസ്ലിമാകാതിരുന്ന കാലഘട്ടത്തിലാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അതാ അലാ സൽമാന വ സുഹൈബിൻ വ ബിലാലിൻ ഫീ നഫലിൻ, സാധുക്കളായ ഉറുദുനിക്ക് മറുതുണിയില്ലാത്ത അഹ്ലു സുഫത്തിൽപ്പെട്ട മദീനയുടെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ഇൽമു പഠിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത പാവങ്ങൾ മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, റോമക്കാരനാണല്ലോ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, സൽമാൻ ഫാരിസി പേർഷ്യക്കാരനാണ് സൽമാൻ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ആഫ്രിക്കക്കാരനായ നിഗ്രോക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇവരൊരു സംഘത്തിലാണ്, ഒരു സമൂഹത്തിലാണ്. ഇവരുടെ അടുക്കിലേക്കാണ് മുസ്ലിം അല്ലാതിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം, അദ്ദേഹം കടന്നു വന്നു. ഈ അവസരത്തിൽ അവർ പറഞ്ഞു, എന്താണ് അവർ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ വാളുകൾ അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ പെരടിയിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കാതെ സ്വീകരിച്ചിട്ടില്ല, പോയിട്ടില്ല. എടുക്കേണ്ടത് എടുത്തിട്ടുണ്ട്, എടുക്കാതിരുന്നിട്ടില്ല. അഥവാ അവരുടെ പെരടികളെ കൊയ്തെടുക്കാതിരുന്നിട്ടില്ല എന്ന രീതിയിൽ ഇവർ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തഖൂലൂന ഹാദാ ലി ശൈഖ് ഖുറൈശിൻ വ സയ്യിദിഹിം, ഖുറൈശികളിലെ പ്രമുഖനായ, ഖുറൈശിയുടെ നേതാവായ ഈ അബൂ സുഫിയാനെ കുറിച്ച്, ഇദ്ദേഹത്തെ കുറിച്ചാണോ
നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഈ വിവരം പറഞ്ഞു. നബിയെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, ഇന്നയാള് ഇന്ന സമൂഹത്തിൽ വെച്ച് ഇന്നവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ ഇപ്രകാരമൊക്കെ സംസാരിച്ചു എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ അബൂബക്കർ, അബൂബക്കറേ, ലഅല്ലക അഗ്ളബ്തഹും, നീ അവരെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുമല്ലോ, അവരെ കോപിപ്പിച്ചിരിക്കുമല്ലോ, അവർക്ക് ദേഷ്യമുണ്ടാക്കി കാണുമല്ലോ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നിട്ട് പറഞ്ഞു, ലൈൻ കുൻത അഗ്ളബ്തഹും, അവരെ മഹാനായ സുഹൈബ്, ബിലാല്, മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബാക്കളെ നീ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് കോപമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ലഖദ് അഗ്ളബ്ത റബ്ബക, നീ നിന്റെ റബ്ബിനെ കോപിപ്പിച്ചിരിക്കുന്നു, റബ്ബിനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഫഅതാഹും അബൂബക്കർ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ മൂന്ന് സഹാബാക്കളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഇഖ്വതാ, എൻ്റെ സഹോദരങ്ങളെ, അഗ്ളബ്തുക്കും, നിങ്ങളെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചോ, നിങ്ങൾക്ക് ഞാൻ കോപമുണ്ടാക്കിയോ? സഹാബാക്കൾ അവർ പറഞ്ഞു, ലാ, ഇല്ല. യഗ്ഫിറുല്ലാഹു ലക യാ ഉഖൈ, ഞങ്ങളുടെ സഹോദരങ്ങളെ, സഹോദരാ, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ, ഞങ്ങളെ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചിട്ടില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം, സ്ഥാനം അവർക്കറിയാം, അതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇമാം മുസ്ലിമും മറ്റുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നോക്കണം, സാധുക്കളായ സഹാബാക്കളെ കുറിച്ച് അവര് ഒരു ശത്രുവായ ഒരു അമുസ്ലിമിനെ കുറിച്ച് അവർ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരോട് സംസാരിച്ചപ്പോൾ, ആ വിവരം നബി തങ്ങളോട് പറഞ്ഞപ്പോൾ, ആ മൂന്ന് സഹാബാക്കളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? താക്കീത് നൽകി. അവരെ ദേഷ്യം പിടിപ്പിച്ചോ, അവരെ കോപിപ്പിച്ചോ എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂബക്കറിനോട് ചോദിച്ചു. ദേഷ്യം പിടിപ്പിച്ചെങ്കിൽ അള്ളാഹിനെ കോപിപ്പിച്ചതിന് തുല്യമായി എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഉടനെ ചെന്നുകൊണ്ട് ദേഷ്യം പിടിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ക്ഷമ ചോദിക്കാൻ, മാപ്പ് ചോദിക്കാൻ, ഒരാൾക്ക് ദേഷ്യമുണ്ടാകുന്ന വാക്ക്, ഒരാൾക്ക് ദേഷ്യമുണ്ടാകുന്ന പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടായാൽ ക്ഷമ ചോദിക്കുക അതൊരു മോമിനിന്റെ അടയാളമാണ്, ഒരു മോമിന്റെ ലക്ഷണമാണ്. ഈമാനുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. ഈമാനില്ലാത്തവർക്ക് എന്താണ് ക്ഷമ ചോദിക്കുവാനോ മാപ്പ് ചോദിക്കുവാനോ തയ്യാറാകൂല. കാരണം അഹങ്കാരം ഇബ്ലീസിന് സംഭവിച്ചതല്ലേ? ആ കിബർ, അഹങ്കാരം ക്ഷമ ചോദിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ഈമാനുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ ആ സഹാബത്ത്, സാധുക്കളായ ഫഖീറന്മാരായ ആ സഹാബാക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചോ എന്ന് ചോദിച്ചു. ദേഷ്യം വന്നു എന്നവർ പറഞ്ഞിരുന്നെങ്കിലോ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കാൻ സഹാബാക്കൾ പ്രവാചകനിൽ നിന്ന് കേട്ട വാക്കുകൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായി. സാധുക്കളെ സ്നേഹിക്കാൻ മഹാനായ ഉമയ്യത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ ഖാലിദ് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ അദ്ദേഹം പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ തവസ്സുൽ ചെയ്യുമായിരുന്നു, ഇടതേടുമായിരുന്നു. അല്ലേ? തവസ്സുൽ പാടില്ല, ഇസ്തിഗാസ പാടില്ല, അത് ശിർക്കാണ്, ഇത് ഗിർക്കാണ് എന്ന് പറയുന്ന നൂതനാശയക്കാർ ഈ ഹദീസ് മനസ്സിലാക്കണം. ഖുർആൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തങ്ങൾ തവസ്സുൽ ചെയ്യുമായിരുന്നു. വിജയവും സഹായവും നബി തങ്ങൾ തേടുമായിരുന്നു. ആരോട് നബി തങ്ങൾ തേടുമായിരുന്നു? മുസ്ലിമീങ്ങളിലെ സാധുക്കളെ കൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടും. പടച്ചോനെ, ഈ മുസ്ലിമീങ്ങളുടെ നിർധനരായ ദരിദ്രരായ വിഭാഗത്തിന്റെ അവരുടെ മഹത്വം കൊണ്ട് എനിക്ക് നീ സഹായം തരണം, എനിക്ക് നീ വിജയം തരണം എന്ന് മഹാനായ നബി തങ്ങൾ അവരെ ഇടതേടിക്കൊണ്ട്, അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു. അതാ മറ്റൊരു റിപ്പോർട്ടില് എന്ന് വ്യക്തമായിട്ട് സഹായം തേടുമായിരുന്നു. സാധുക്കളെ മുൻനിർത്തിക്കൊണ്ട് അവർ കാരണമായിട്ട് എനിക്ക് നീ സഹായം തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു എന്ന് ഖുർആൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇതുപോലെ എത്രയോ സംഭവങ്ങളാണ്
എത്രയോ ഹദീസിന്റെ താളുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയോട് അദ്ദേഹം പറയുകയാണ്, നബിതങ്ങൾ എനിക്ക് പഠിപ്പിച്ചു, ഇദാ സല്ലൈത, എന്നോട് പറഞ്ഞു, നീ നിസ്കരിച്ചാൽ നീ പറയണം അൽ മുൻകറാത്തി, വെറുക്കപ്പെട്ട, എന്താണ് നീ പറയണം? ഇദാ സല്ലൈത, നിസ്കരിച്ചാൽ നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ വഇദാ അറദത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂനിൻ എന്ന് ദുആ ചെയ്യണം. ഇവിടെ മിസ്കിന്മാരോടുള്ള സ്നേഹം, അതിന് ആ സ്നേഹം എന്നിൽ നിന്നുണ്ടാകാൻ നിന്നോട് ഞാൻ ചോദിക്കുകയാണെന്ന് മഹാനായ എന്ന് പ്രാർത്ഥിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളെ സ്നേഹിക്കാൻ, അവരെ ആദരിക്കാൻ, അവർക്ക് സ്ഥാനം കൊടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു അവരെയും നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.